ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് പുഷ്പ ദ റൂൾ. സിനിമ റിലീസിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസം, 3 ദിവസം. ഡിസംബർ 5 സിനിമ അപ്പൊ 4 ദിവസം. എന്തായാലും അതിന് മുൻപായിട്ട് നമുക്ക് ഒരു കിടുകിണ്ണ സാധനം തന്നിട്ടുണ്ട്. ഫീലിങ്സ്. കഴിഞ്ഞ പാട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിംഗ് മാറ്റി തന്നിട്ടുണ്ട്. അതെ, ഭയങ്കര ഫീലിംഗ് ആയിരുന്നു കഴിഞ്ഞ പാട്ട് കേട്ടപ്പോ. ഭയങ്കര ഫീലിംഗ് ആയി. അതാ വിഷമായിരുന്നു. ആ ഫീലിംഗ് മാറ്റി. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് കിസിക്ക് കേൾക്കാനായിരുന്നു. കാരണം അതൊരു ഐറ്റം സോങ് ആയതുകൊണ്ട് തന്നെ അത് കാണുമെന്ന് വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ വെറുപ്പിച്ച് കൈ തരുത്. അതെ, പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നല്ലൊരു സാധനമായിട്ടാണ് ഫീൽ ചെയ്തത്. നമ്മൾ ഇത് കുറച്ച് കട്ട് ചെയ്തിട്ടാണ് കാണുന്നത് കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ അതിൻ്റെ പ്രോമോ നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അല്ലു അർജുൻ കേരളത്തിൽ വന്നപ്പോൾ ആളിത് പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു പ്രൊമോ. അന്ന് നമുക്ക് നല്ലൊരു സാധനമായിട്ടാണ് ഫീൽ ചെയ്തത്. എന്തായാലും ആ ഒരു ഈ ടീസറിന് ശേഷം വന്ന കുറച്ച് സോങ്ങുകളൊക്കെ വളരെ മോശം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ആ പേര് ദോഷം ഇത് മാറ്റിത്തരും തീർച്ചയായിട്ടും. എന്തായാലും ഇതിൻ്റെ തുടക്കം നമ്മുടെ കഥകളിയിൽ നിന്നാണ്. കേരളത്തിനോടുള്ള ആ സ്നേഹം, കേരളം കണി കണ്ടുണരുന്ന നന്മ, അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കഥകളിയൊക്കെ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു എനർജി ഇങ്ങനെ കീപ്പ് ചെയ്ത് പോണെന്ന് മാത്രമേ ഉള്ളൂ. അതെ, ഓക്കെ. എന്തായാലും നോക്കാം. അല്ലു അർജുന്റെ 2 സ്റ്റെപ്പെങ്കിലും ഉണ്ടാവും നോക്കാം. മറ്റേതാവുന്ന കാണാൻ കിട്ടിയിട്ടില്ലല്ലോ. ആള് പറഞ്ഞെന്താ, തനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ, അത് ആ ഒരു രീതിയിലാണ് അതിൽ ഡാൻസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല, ഈ സോങ്ങിൽ ആള് പൂർണ്ണമായും വേറെ ലെവലിൽ ഡാൻസ് ചെയ്യും എന്നുള്ളതാണ് ആള് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എന്തായാലും കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, കാണാം. ഓക്കെ. TSP തിരിച്ചു വരുമായിരിക്കൂലേ? അല്ലേ, വരുമെന്ന് തോന്നുന്നു. തുടക്കമൊക്കെ നല്ല തുടക്കമാണ്. ഇത് നമ്മൾ പ്രൊമോ കേട്ടപ്പോൾ തന്നെയാണ്. തുടക്കത്തിന്റെ പ്രതീക്ഷ കൊണ്ടാണ് ഇരിക്കുന്നത്. അതെ, ആ പ്രതീക്ഷ അത് ഭയങ്കര രസമായിരുന്നു. ഓക്കെ, കാണാം. മല്ലു അർജുൻ അത് കൊള്ളാട്ടോ. മല്ലു എന്ന് എഴുതിയിട്ട് അതിനുശേഷം അർജുൻ എഴുതി കാണിച്ചു, എന്നിട്ട് അല്ലു അർജുൻ എഴുതി കാണിച്ചു, പിന്നീട് അല്ലുവായി മാറി. നൈസ്. വെറുതെ പറഞ്ഞല്ല കേട്ടോ. അപ്പൊ വെറുതെ പറഞ്ഞല്ല, മലയാളികളോടുള്ള ആ സ്നേഹം മൊത്തത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് മല്ലു അർജുൻ എഴുതി കാണിച്ചതിലും, പിന്നെ ഇത് 6 ലാംഗ്വേജിലല്ലേ വരുന്നത്, 6 ലാംഗ്വേജിലും ഇതിന്റെ തുടക്കം മലയാളത്തിലാണെന്നുള്ളതാണ്. 6ലും മല്ലു അർജുൻ എഴുതിയിട്ടുണ്ട്. അതാണ്. ഓക്കെ. കൊറേ നാളായിട്ട് കാണാൻ കാത്തിരുന്ന അല്ലുവിന്റെ ഡാൻസ് രശ്മികേണ്ടത് കൊള്ളാം. ആ സൗണ്ടും കാര്യങ്ങളും, ആ ഡാൻസിന്റെ രീതി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. എന്തായാലും കോസ്റ്റ്യൂമൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇതിനകത്ത് എന്താണെന്നറിയോ, സ്റ്റെപ്പ് ശരിക്കും അല്ലു അർജുൻ്റെ ഒരു സോങ് വരുമ്പോ ആരാണെങ്കിലും കാത്തിരിക്കുന്നത് കിടിയിലെ ഡാൻസും പാട്ടും അത് കാണാൻ വേണ്ടിട്ട് തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനകത്തൊക്കെ എന്താണുള്ളത്, ആറ്റിറ്റ്യൂഡായിരുന്നു. ബാക്കി പിന്നെന്താ, കൊള്ളാട്ടോ, അടിപൊളി സ്റ്റെപ്പുകളാ. ഉണ്ണുന്ന നേരത്തും ഉറങ്ങുന്ന നേരത്തും ഉറങ്ങാതിരിക്കുന്ന നേരത്തും ഒക്കെ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് ബാക്കി കാണാം. അതായത് ആള് കൂടെ ഉണ്ടാകുമ്പോഴേ എന്തോ കോല് മുട്ടുന്നുണ്ടെന്ന്. എന്തിനാണ് എപ്പോഴും അങ്ങനെ ഒരുമാതിരി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ആണല്ലേ? അല്ലേ, എന്നാലും പറഞ്ഞില്ല, എന്നാലും ചിന്തേന്റെ പ്രശ്നമാണ്, വേറൊന്നുമില്ല. പോന്നോട്ടെ, ബാക്കി കേൾക്കാം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ല.
കേട്ടോ. ആ ഒന്നും ചെയ്യാതിരിക്കുന്ന നേരത്തെ ഒക്കെ ഉണ്ടെന്നാണ് ഈ ശല്യം. സത്യം സഹിക്കാൻ പറ്റുന്നില്ല, ആരെങ്കിലും ഒന്ന് എടുത്തു പോകുന്നു. ഇനി കേട്ടോ ലെജൻസ് സംസാരിക്കും. എടാ ഈ പുഷ്പ 1 ഉണ്ടല്ലേ, അതില് കൈയെടുക്കാൻ പറയുന്ന സീൻ ഉണ്ടല്ലേ, എവിടെ കൈ വെച്ചിട്ടുള്ളത്, കൈയെടുക്ക് എന്നൊക്കെ പറയുന്ന സീനുണ്ട്. നിനക്ക് ഇഷ്ടമായില്ല എന്നാ വേണ്ട എന്നൊക്കെ പറഞ്ഞ് കൈയ്യെടുക്കും. അപ്പോൾ ലെജൻസ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, വേറെ ഒന്നല്ല. അപ്പൊ നമ്മൾ അതുപോലെ ചിന്തിച്ചിട്ട് അത് ശരിയാണ്, അത് നമ്മൾ തെറ്റായി ചിന്തിച്ചിട്ട് ഒരിക്കലും ഞാൻ പറയുന്നിട്ടില്ലല്ലോ, അത് തെറ്റായിട്ട് ചിന്തിക്കരുത്. തെറ്റല്ല അത്, അത് തെറ്റല്ല, നല്ല കാര്യമാണ്. ഓക്കെ ബാക്കി സാധനമാണ് ഇത്, ട്രെൻഡ് സാധനാട്ടോ, ഇത് സാധനാട്ടോ, രക്ഷയില്ലാട്ടോ സ്റ്റെപ്പ്. അവിടുത്തെ അതായത് ഒരു ലേഡി ക്യാരക്ടറെ ഈ രീതിയിൽ ഡാൻസ് ചെയ്യുന്നതും അതൊരു സത്യം, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്, അത് വ്യത്യസ്തമായ രീതിയിലാണ്. ഇത് മറ്റേ പുഷ്പയിലും ഉണ്ടായിരുന്നു, അസാമി സോങ്ങിലും ഉണ്ടായിരുന്നു. രശ്മികന്റെ ഡാൻസ് ഭയങ്കര രസമായിരുന്നു, വെറൈറ്റി ആയിരുന്നു. അതെ, ഫുള്ള് വെറൈറ്റി. അതേപോലെ തന്നെ ഇതിലും ഉണ്ട് കേട്ടോ. അതെ, പിന്നെ ആ സമയത്ത് മുണ്ടങ്ങ് മാറ്റി കൊടുത്ത് കളിക്കുന്നൊക്കെ കൊടൂർ സാധനം. ഓക്കെ, അടുത്ത പോർഷൻ കാണാം. മോഡേണായി, ടോട്ടലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂമിലാണ് വന്നത്. സംഭവം ഒരു രക്ഷയില്ല, ഇത് ഉറപ്പായിട്ട് ഹിറ്റാണ്, ഉറപ്പാ. ഇത് രസമുണ്ട് സാധനം, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഇതാ പേരുദോഷം മാറ്റും. അതൊരു സത്യം കേട്ടോ, നല്ല ബീറ്റും. ഏത് നേരത്തായാലും എന്റെ ശല്യം ഉണ്ടാവും, അതാണ് പറയുന്നത്. അണിഞ്ഞ് ഒരുങ്ങാതെ നിന്നാലും എന്റെ ശല്യം ഉണ്ടാവും. ഒരുങ്ങി നിന്നാലും കാര്യമില്ല, ഒരുങ്ങാതെ നിന്നിട്ട് കാര്യമില്ല. സമയം കൊടുക്കുന്നില്ല തോന്നുന്നു ചോറുണ്ട്. ഓ തെലുങ്ക്, തെലുങ്കാണ്, ശരി, ഭാഷയൊക്കെ മാറ്റി പിടിച്ചാ. ഇതൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ, എഡിറ്റ് ചെയ്ത് വിട്ടപ്പോ അങ്ങ് ചെയ്ത് വിട്ടു. തെലുങ്ക് ഓരോ സ്ഥലത്ത് അങ്ങനെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് തെലുങ്കിൽ കേൾക്കാൻ ഭയങ്കര രസം കേട്ടോ. തെലുങ്കിലൊന്ന് കേട്ടോ, തെലുങ്കിൽ ഭയങ്കര രസം കേൾക്കാൻ. നിങ്ങൾക്ക് മലയാളത്തിനേക്കാളും എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടതാ. ഓക്കെ, ശരി കേട്ടോ. അതിലാണ് ഒരു രസം കിട്ടുന്നത്. മലയാളത്തിലാകുമ്പോ നമുക്ക് അർത്ഥം കൂടി അറിയുന്നത്. വരികൾ കേൾക്കുമ്പോ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഇത് അറിയില്ലല്ലോ. പക്ഷെ ഒന്നാ സോങ്ങിന്റെ ഒരു എഫക്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് തന്നെ. അതിപ്പോ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ കിസിക്കായാലും മലയാളം എടുത്താണ് മാറ്റിയിട്ട് നമ്മൾ അതിന്റെ തെലുങ്ക് കേട്ട് കഴിഞ്ഞാൽ മലയാളത്തിലേക്കാണ് കൊള്ളാം. അതാ പറഞ്ഞ ഉവണ്ടമാവ, അത് തെലുങ്കാണ് ഏറ്റവും നല്ല വേർഷൻ. തെലുങ്കിലാണ് ഏറ്റവും അടിപൊളി കേൾക്കാനും. ഓക്കെ, തെലുങ്ക് തന്നെ. ആ ഡാൻസിന്റെ രീതിയിലുള്ള കൈയൊക്കെ കുഴച്ചിട്ടിട്ട്. ആരായിരുന്നു ഡാൻസ് മാസ്റ്റർ? ഇതാരായിരുന്നു? അതാ മറ്റേ കുറച്ച് തടിയുള്ളൊരു നമ്മുടെ മറ്റേ മാസ്റ്റർ ആളായിരുന്നു. ആള് പൊളിയാ. ആള് പുഷ്പയിലും ആള് തന്നെയായിരുന്നു, പുഷ്പ ഫസ്റ്റില്. അറിയാം. ആ ഒരു ലിറിക്കൽ വീഡിയോ ഉണ്ടായിരുന്നില്ലേ, അതിലാളെ കാണിക്കുന്നുണ്ടല്ലോ. എന്താണെങ്കിലും ഇത് ശരിക്കും എന്താ പറയാ, അല്ലു ഫാൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തു കേട്ടോ. കാരണം കാത്തിരുന്ന്, അല്ലെങ്കിൽ പിന്നെ കുറേ ഡാൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിറിക്കൽ വീഡിയോ ആണെന്ന് പറയാൻ പറ്റൂല, നന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ലിറിക്കൽ വീഡിയോ ശരിക്കും ഇങ്ങനെ കുറച്ച് ഇതിന്റെ ഒറിജിനൽ വിഷ്വൽ കാണിക്കുള്ളൂ, ബാക്കിയൊക്കെ ഫോട്ടോ കട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണല്ലോ. എന്നാൽ ഇതില് ട്രെൻഡ് ആയിക്കോട്ടെ, ഞങ്ങളുടെ കയ്യിൽ മരുന്നുണ്ട് എന്ന് ഇവര് അങ്ങ് കാണിച്ചെന്നാ തോന്നുന്നു. കഴിഞ്ഞതിന്റെ ക്ഷീണം അങ്ങ് മാറ്റിയതാണ്. അത് ഭയങ്കര ട്രോളായിരുന്നു. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ട്രോളായിരുന്നു. സംഭവം ഇന്റർനാഷണൽ ആണല്ലോ, ഇന്റർനാഷണൽ ട്രോളുകൾ ഊക്ക് വരുമ്പോ ഇന്റർനാഷണൽ ഊക്ക് വരും. അതതിന്റെ പ്രത്യേകത. അതൊരു സത്യം. എന്താണെങ്കിലും കാത്തിരുന്ന കൊള്ളാം, അടിപൊളി സാധനം. അടിപൊളി സാധനം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.